കുട്ടികളുടെ ശിക്ഷണ രാഹിത്യം. സദൃശവാക്യം 22:1-10 വരെ. ധ്യാനത്തിനായിട്ട് 6-ാം വാക്യം. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ആധുനിക തലമുറയിലെ കുട്ടികൾ വിപ്ലവ ബുദ്ധികളും ശിക്ഷണ ജീവിതത്തിന് വഴങ്ങാത്തവരും മതത്തോട് ആഭിമുഖ്യം കുറഞ്ഞവരുമാണെന്നുള്ള ആക്ഷേപം പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. അത് ആധുനികതയുടെ ഒരു പ്രതിഭാസമായിട്ടാണ് പലരും കരുതുന്നത്. എന്നാൽ മാതാപിതാക്കൾക്കും ഗുരുനാഥന്മാർക്കും കീഴ് നടപ്പുകൾക്കും വഴങ്ങാൻ അവർ കൂട്ടാക്കാത്തതിന് മറ്റു വല്ല കാരണവുമുണ്ടോ എന്ന് ആരായേണ്ടതുണ്ട്. ഹെൻറി ഫ്രെഡറിക് മീൽ എന്ന എഴുത്തുകാരൻ്റെ അഭിപ്രായം ശ്രദ്ധേയമാണ്. ഒരു കുട്ടി അവൻ്റെ അച്ഛനമ്മമാരിൽ യാതൊരുവിധ ചിത്തക്ഷോഭമോ ദുർബലതയോ കണ്ടെത്തുവാൻ ഇടയാകരുത്. നമ്മളെ വഞ്ചിക്കുവാനോ ദ്രോഹിക്കുവാനോ തനിക്ക് കരുത്തില്ലെന്നൊരു തോന്നൽ അവനുണ്ടാവുകയും വേണം. അങ്ങനെയാണെങ്കിൽ മാതാപിതാക്കളെ അവൻ സ്വാഭാവികമായി കീഴ്വഴങ്ങുമെന്ന് അദ്ദേഹം പറയുന്നു. നമ്മുടെ മനസ്സിൽ കോപമോ അക്ഷമയോ ക്ഷോഭമോ ഉളവാക്കാൻ ഒരു കുട്ടിക്ക് കഴിഞ്ഞാൽ നമ്മേക്കാൾ ശക്തനാണ് താനെന്ന് അവൻ കരുതും. ശക്തിയെ മാത്രമേ അവൻ ബഹുമാനിക്കൂ. ചിത്തക്ഷോഭവും ക്ഷമയില്ലായ്മയുമെല്ലാം നമ്മുടെ ദൗർബല്യത്തെയാണല്ലോ ആവിഷ്കരിക്കുക. അപ്പോൾ കുട്ടികൾ നമ്മുടെ പിടിവിട്ടു പോകുന്നതിനും നമ്മെ വകവയ്ക്കാതിരിക്കുന്നതിനും മുഖ്യ കാരണക്കാർ നാം തന്നെയാണെന്ന് വരുന്നു. ഒരു പിതാവോ മാതാവോ എന്തു പറയുന്നു അഥവാ ചൊല്ലിക്കൊടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടല്ല, തങ്ങൾ എന്തായിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് കുട്ടിയുടെ മതം സ്ഥിതി ചെയ്യുന്നതെന്നും ഹെൻറി പറയുന്നു. മാതാപിതാക്കളും ഗുരുജനങ്ങളും അബോധപൂർവം ഏതൊരു ജീവിത ദർശനത്താൽ നയിക്കപ്പെടുന്നുവോ അതാണ് കുട്ടികളുടെ മേൽ പ്രേരണ ചെലുത്തുന്നത്. മാതാപിതാക്കളുടെ ഉപദേശമോ ഗുരുക്കന്മാരുടെ പ്രസംഗമോ കുട്ടികൾ കേൾക്കാതെ താന്തോന്നികളായി നടന്നാൽ അവരെയല്ല അതിന് കുറ്റപ്പെടുത്തേണ്ടത്. അവരുടെ മേൽ സ്വാധീനം ചെലുത്തുന്ന പ്രേരണയുടെ ഉടമകൾ നമ്മൾ തന്നെയാണെന്നും നമ്മുടെ ജീവിതത്തെ അബോധപൂർവം സ്വാധീനിച്ചിട്ടുള്ള ആദർശമാണ് അതിന് ഉത്തരവാദിയെന്നും സമ്മതിക്കേണ്ടി വരും. നമ്മുടെ ജീവിതത്തിൻ്റെ സൂക്ഷ്മഭാവങ്ങളെ വലിപ്പപ്പെടുത്തി കാണിക്കുന്ന ഭൂതക്കണ്ണാടി മാത്രമാണ് നമ്മുടെ കുട്ടികൾ. ഗാന്ധിജിയുടെയും ടാഗോറിൻ്റെയും ഉറ്റ സുഹൃത്തും ഭാരതീയർ ഒരു ഭാരതീയനായി അംഗീകരിച്ച ആളുമായിരുന്നു ദീനബന്ധു CF ആൻഡ്രൂസ്. അദ്ദേഹം ഒരു ദീനബന്ധുവായി തീരുന്നതിന് കാരണക്കാർ തൻ്റെ മാതാപിതാക്കളായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. CF ആൻഡ്രൂസ് ഒരു കുട്ടിയായിരുന്നപ്പോൾ നടന്ന ഒരു സംഭവം മരിക്കുന്നവരെ അദ്ദേഹം മറന്നിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ട സ്വത്ത് മുഴുവൻ ഒരു കുടുംബ സുഹൃത്തിൻ്റെ ചതി മൂലം നഷ്ടപ്പെട്ടു. ആ കുടുംബത്തിനേറ്റ കനത്ത ആഘാതമായിരുന്നു അത്. 12 കുട്ടികളെ പോറ്റി പുലർത്തേണ്ട ആ മാതാപിതാക്കൾ അന്ന് രാത്രി ചെയ്തത് എന്താണെന്നോ, കുട്ടികളെ വിളിച്ചിട്ട് അവർ ഒരുമിച്ചിരുത്തി. അവർ ആ ദ്രോഹിയായ സ്നേഹിതന് വേണ്ടി പ്രാർത്ഥിച്ചു. തികച്ചും നിർധനരായി തീർന്ന ആ കുടുംബ അംഗങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാനും കരുതാനും പ്രതികൂല സാഹചര്യങ്ങളെ ദൃഢചിത്തതയോടുകൂടി മറികടക്കാനും CF ആൻഡ്രൂസിൻ്റെ പ്രിയപ്പെട്ട മാതാവ് പ്രേരണ നൽകിപ്പോന്നിരുന്നത് CF ആൻഡ്രൂസ് അനുസ്മരിക്കുന്നു. ചുരുക്കത്തിൽ തന്നെ ഒരു ദീനബന്ധുവായി വളർത്തിയെടുത്തത് തൻ്റെ മാതാവിൻ്റെ ജീവിത ദർശനത്തിൻ്റെ പ്രേരണയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഇങ്ങനെയുള്ള മാതാപിതാക്കൾക്കും ഗുരുജനങ്ങൾക്കും മാത്രമേ അച്ചടക്കവും മതബോധവുമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കുവാൻ കഴിയൂ. ഓർക്കണമേ, ലോകത്തിലേക്ക് പിറന്നു വീഴുന്ന ഓരോ ശിശുവും ദൈവത്തിന് ഇനിയും മനുഷ്യനിൽ വിശ്വാസമുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയാണ്. സദൃശവാക്യങ്ങൾ 13:24. വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ മകനെ പാഹിക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലേ അവനെ ശിക്ഷിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.